പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിൻ്റെ ഒരു സങ്കടവും തളർച്ചയും ഒക്കെയുണ്ട് ബാലേന്ദ്രന്. അന്നേരം ഇറങ്ങിപ്പോകുമ്പം അലീനെ മോളെ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കൈ കാണിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ബാലേന്ദ്രൻ്റെ ആ സംസാരവും ആ രീതിയൊക്കെ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. ബാലേന്ദ്രൻ അലീനയോട് സംസാരിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുവാണ്, ഒരു പരീക്ഷണം കഴിഞ്ഞു, ഇനി അടുത്ത പരീക്ഷണം അല്ലേ എന്നിങ്ങനെ പറയുമ്പം അലീന പറയുവാണ്, ഞാൻ ആ വീട് നന്നായിട്ടാണ് നോക്കിയത് എന്ന് സാറിന് അറിയാലോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ തിരിച്ചു പറയുവാണ്, സ്വന്തം വീട് പോലെ അല്ലേ എന്ന്. അന്നേരം ഒരു ഞെട്ടലാണ് അലീനയ്ക്ക്. അന്നേരം പറയുന്നുണ്ട്, നീ അങ്ങനെയാണ് ആ വീട് നോക്കിയത്, അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവൾക്ക് ഇല്ലാണ്ടായിപ്പോയി, വൈജയന്തിക്ക് ഇല്ലാണ്ടായിപ്പോയി, എന്ത് ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പോവും. അന്നേരം ഇതെന്താ പോലും ഇങ്ങനെ പറഞ്ഞത് എന്നോർത്തൊരു ഞെട്ടലോട് ഇങ്ങനെ നോക്കി കിടക്കുന്ന അലീനയെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ വീട്ടിലോട്ട് ചെല്ലുന്നു. എന്നത്തെയും പോലെ തന്നെ അലീനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് തോന്നിയപ്പോൾ തൊട്ടുള്ള ആ ചൊറിച്ചിൽ. അന്നേരം പറയുവാണ്, ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകളാണ് അലീന എന്ന് പലരും പറഞ്ഞു തുടങ്ങും എന്ന് പറയുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രന്. കാരണം തെറ്റ് മൊത്തം ചെയ്തത് വൈജയന്തി, എന്നിട്ട് അത് മറ്റുള്ളവരുടെ തലയിൽ ഇടാൻ യാതൊരു ഉളുപ്പുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ ഇത്തിരി ദേഷ്യത്തോടെ കടുപ്പിച്ച് പറയുവാണ്, എൻ്റെ മകളല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോന് 3 ആമക്കളും ഒരു പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ആരുടെയും ആകാതിരുന്നാൽ നല്ലത്, ആകാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയുവാണ് ബാലേന്ദ്രൻ. അത് കേൾക്കുമ്പം ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് വൈജയന്തി. കാരണം അലീനയെ സംശയമുണ്ട്. ബാലേന്ദ്രൻ ഇപ്പം എപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞ് അതുകൊണ്ട് തന്നെ വിറച്ച് നിൽക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നു. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.